ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ലെസൺ നമുക്ക് പഠിക്കാനുള്ള ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറയുന്ന ലെസൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പുതിയതാണ്, അതുപോലെ തന്നെ നോട്ട്സ് നമുക്ക് കിട്ടാനും പാടാണ്. പക്ഷെ വളരെ അധികം കെയർഫുൾ ആയിട്ട് പഠിക്കേണ്ട ഒരു ലെസൺ കൂടിയിട്ടാണ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, ഷെയർ ചെയ്യുന്നത് നോട്ട് ഔട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നോട്ട്സിൽ കീവേഡും അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് മുമ്പ് ഈ ലെസണുമായിട്ട് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞുതരാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഹിസ്റ്ററിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ലെസൺ ആണ് നമ്മുടെ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറയുന്നത്, അല്ലേ? സോ വി ഓൾ ഹാവ് ഡ്രീംസ്, റൈറ്റ്? ഇവിടെ ആ ഒരു ഫസ്റ്റ് ഒരു എന്താ തരുന്നത്, അതിനകത്ത് ഒരു പിക്ചർ തരുന്നുണ്ട്, അല്ലേ? ഒരു അമ്മയും മോളും, അതിനകത്ത് എന്താണ് ഒരു കോൺവെർസേഷനും തരുന്നുണ്ട്, ഒരു ചെറിയ കോൺവെർസേഷൻ. അതിനകത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വാട്ട് ആർ യു ഡ്രീമിങ് ഓഫ് എന്ന് അമ്മ ചോദിക്കുമ്പോൾ വാട്ട് വാസ് ഹെർ റിപ്ലൈ? ഡ്രീമിങ് ഓഫ് മൈ ഡ്രീംസ് എന്നല്ലേ, ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്, എൻ്റെ സ്വപ്നങ്ങളെ കുറിച്ച് സ്വപ്നം കാണുകയാണെന്നാണ് പറയുന്നത്, അല്ലേ? അവിടെ ഒരു മാർക്ക് ട്വെയിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കോട്ട് ചെയ്യുന്നുണ്ട്. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ സംതിങ് എൽസ് വി നീഡ് ടു സ്റ്റാർട്ട്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഡ്രീമിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ, നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കോട്ടിലാണ് ഇവിടെ തുടങ്ങുന്നത്. വി ഓൾ ഹാവ് ഡ്രീംസ്, റൈറ്റ്? നിങ്ങൾക്കുണ്ടോ നിങ്ങളുടേതായ സ്വപ്നങ്ങള്? വാട്ട് യു ഹാവ് ടു അച്ചീവ്? നമ്മുടെ ആ ഒരു ലൈഫിലെ സക്സസിന് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഡിഫറെന്റ് എന്താണ് ഡ്രീംസ് ആണുള്ളത്. അപ്പോ പണ്ട്, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ, നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ ഇന്ത്യക്കാർ ഒരുമിച്ച് കണ്ടിരുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിലേക്ക് അടുക്കാൻ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഓവർകം ചെയ്യേണ്ട വന്നതെന്നൊക്കെ ഈ ലെസണിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറയുന്നത്, വി ഓൾ ഹാവ് ഹേർഡ് അബൌട്ട് ദ സ്റ്റോറീസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ, റൈറ്റ്? നമ്മൾ അല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നമ്മൾ ഇത്രയും വർഷത്തോളം നമ്മൾ എന്താണ് നമ്മുടെ വീട്ടുകാരിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫോർഫാദേഴ്സിൽ നിന്നാണെങ്കിലും അതുപോലെ നമ്മുടെ ലെസൺസ് ബേസ്ഡ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും ഒക്കെ എവിടെ നിന്നായിരിക്കും? നമ്മുടെ ആ ഒരു സ്ട്രഗിളിനെ കുറിച്ചായിരിക്കും, ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചായിരിക്കും. ആ ഒരു ഇൻഡിപെൻഡൻസ്, നമ്മൾ ആസ്വദിക്കുന്ന ഈ ഒരു ഫ്രീഡം, അല്ലെ? ഫ്രീഡം ടു ലീവ് എവറിത്തിങ് വി ഹാവ്, എവറി ഫ്രീഡം വി ഹാവ്. അപ്പൊ അത്രയും ഫ്രീഡം നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ എന്താണ് നമ്മുടെ ഫോർഫാദേഴ്സിന്റെ തന്നെ സാക്രിഫൈസസ് ആണ്. അതിൽ ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ടാവും, ആ ലീഡേഴ്സിന്റെ കൂടെ നിന്ന കോമൺ പീപ്പിൾ ഉണ്ടാവും. എല്ലാവരുടെയും ഒരു സാക്രിഫൈസസ് ആണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ, ഹൗ യു അച്ചീവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫ്രീഡം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതൊരു ആർട്ടിക്കിൾ ആണ്. ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? ഇതൊരു ആർട്ടിക്കിൾ ആണ്, വേറെ ഒരു ബുക്കിൽ നിന്ന് എടുത്ത ഒരു ആർട്ടിക്കിൾ. ആരാണ് ഇതിന്റെ ഓതർ എന്ന് പറയുന്നത്? മഹാദേവ് ദേശായി എന്ന് പറയുന്ന ഒരു ഓതറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വേറൊരു ബുക്കിൽ നിന്ന് നമുക്ക് കോട്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾസ് ആണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഗാന്ധിയെ കുറിച്ചുള്ള എന്താണ് നിലപാടുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. മഹാദേവ് ദേശായി എന്ന് പറയുന്നത് എന്താണ്, ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്ന ഒരാളാണ് മഹാദേവ് ദേശായി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ പാരഗ്രാഫും എന്താണ് റിലേറ്റ് ചെയ്ത് പോവാം. ആ ഓരോ പാരഗ്രാഫ് റിലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ വരേണ്ട കാര്യങ്ങൾ പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. So let's start. During his visit to England, Gandhi attended many meetings that were organized to honor him. The students of France organized a reception for the spiritual ambassador of India. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റോറി എവിടെയാണ്? അപ്പൊ ആദ്യം തുടങ്ങുന്നത് എവിടെ കുറിച്ചാണ്? ഏതൊരു രാജ്യത്തെ കുറിച്ചാണ്, ഏതൊരു കൺട്രിയാണ് ഇവിടെ പറയുന്നത്? ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിനെ കുറിച്ചാണ്. ഇംഗ്ലണ്ടിന്റെ മീറ്റിംഗ് നമ്മുടെ ഗാന്ധി അറ്റൻഡ് ചെയ്തപ്പോ അവിടെ കിട്ടിയ ഒരു ഓണറബിൾ റിസപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ഓണറബിൾ റിസപ്ഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഓർഗനൈസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ്, അല്ലെ? ഫ്രാൻസിലെ കുറെ കുട്ടികളാണ് ആ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത് കൊടുത്തത്. അതുപോലെ they welcomed him as one bringing light to the exploitation blinded West and acting as a healing balm to the war-weary Europe.
ഇവിടെ ഈ ഒരു സെന്റൻസ് ഇത്രയും കടുകട്ടിയായിട്ടുള്ള ഒരു സെന്റൻസ് അല്ലേ പറയുന്നുണ്ട്. എന്തായിരിക്കും അത് മീൻ ചെയ്യുന്നത്? അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു വാം വെൽക്കം ആണ് ആ കുട്ടികൾ അദ്ദേഹത്തിന് കൊടുത്തത്. എങ്ങനെയാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? എന്തു പറഞ്ഞാണ് സ്വീകരിച്ചത്? ഒരു ഹീലിംഗ് ബാം ആയിട്ടാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കാൻ അത്രയും വെയിറ്റിംഗ് ആണ് ആ കുട്ടികൾ. എന്തിനാണ് ആ ഒരു ഹീലിംഗ് ബാം ആയിട്ട് ഇരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു ഹീലിംഗ് ബാം ആയിട്ട് ഉദ്ദേശിക്കുന്നത്? അന്ന് യൂറോപ്പിലെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ സെയിം സിറ്റുവേഷൻ ആണ് അല്ലെ. അവിടുത്തെ ആൾക്കാരും എക്സ്പ്ലോയിറ്റഡ് ആണ്. അവിടുത്തെ ആൾക്കാർ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആ ഒരു വെസ്റ്റിന്റെ ആ ഒരു ഇതില് ഭയങ്കര എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഒരു സെയിം നമ്മളെ പോലെ തന്നെ ആ ഒരു സെയിം സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഉള്ളവർക്ക് ആശ്വസിക്കാൻ എന്തോ ഒന്ന് ആരിലുണ്ടായിരുന്നു? നമ്മുടെ ഗാന്ധിയില് ഉണ്ടായിരുന്നു. അതെന്തായിരിക്കാന്ന് നോക്കാം. എന്തുകൊണ്ടാണ് അവർ ഒരു ഹീലിംഗ് ബാം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞത്? അതുപോലെ തന്നെ ബ്രിങ്ങിങ് ലൈറ്റ് എന്നൊക്കെ അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ. ഒരു പ്രകാശമാണ്, ഒരു ലൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഇരുട്ടിലേക്ക് വരുന്ന ഒരു ലൈറ്റ് ആണ് അദ്ദേഹം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. In his reply, Gandhiji addressed them as friends and fellow students. അദ്ദേഹം എന്താണ് അഡ്രസ് ചെയ്ത് സംസാരിച്ചത്? അവരെ എങ്ങനെയാണ് അവരെ വിളിച്ചത്? ഫ്രണ്ട്സ് എന്നാണ് അല്ലെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നും ഫെല്ലോ സ്റ്റുഡൻസ് എന്നുമാണ് അദ്ദേഹം വിളിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. Since I visited France as a student to see the exhibition at Paris in 1890, I have learned something of the tradition of your country and of the teaching of Rousseau and Victor Hugo. Now on my entering upon my mission, my very difficult mission in India, it heartens me to find a welcome from you. അപ്പൊ അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിട്ടാണ് അദ്ദേഹം ആ വെൽക്കത്തിന് റിപ്ലൈ കൊടുക്കുന്നത്. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അദ്ദേഹം പഠിക്കുന്ന സമയത്ത്, അദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ഹി വിസിറ്റഡ് ഫ്രാൻസ്. ആ ഒരു ഫ്രാൻസ് അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോ അല്ലെങ്കിൽ പാരീസിൽ അന്നൊരു എക്സിബിഷൻ ആയിട്ട് അദ്ദേഹം അവിടെ പോയപ്പോ എന്താണ് ആ ഒരു പാരീസിലെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. സംതിങ് ട്രഡീഷൻസ് ഓഫ് യുവർ കൺട്രി. സോ ഹി ഡിസ്ക്രൈബിങ് അബൌട്ട് ദ ട്രഡീഷൻസ് ഓഫ് ദ കൺട്രി ആൻഡ് പീപ്പിൾ. അവിടുത്തെ ആൾക്കാരെ കുറിച്ച്, അവരുടെ ട്രഡീഷൻസിനെ കുറിച്ച് ഒക്കെ എന്താണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ടീച്ചിങ്സ് ഓഫ് റൂസോ. ഹി വാസ് ഇൻസ്പയർഡ് ബൈ ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. നമുക്കറിയാം റൂസോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം എന്താണ്? ഒരു ഫിലോസഫർ ആണ്, ഒരു കമ്പോസർ ആണ്, ഒരു റൈറ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും പിടിച്ചു കുലുക്കുന്ന, നമ്മുടെ മനസ്സിൽ ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള ഫിലോസഫർ ആണ് റൂസോ എന്ന് പറയുന്നത്. അതുപോലെ വിക്ടർ ഹ്യൂഗോയുടെ ഒക്കെ റൈറ്റിങ്സ് ഇൻസ്പയർഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവരുടെ രാജ്യത്തെ ആ ഒരു പാരീസിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് അദ്ദേഹം ഓർത്തു വെക്കുന്നത്? ഇത്രയും ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരെ സ്നേഹിക്കുന്നതിലൂടെയാണ് അവരെയൊക്കെ ഓർത്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് എന്താണ് നോക്കുന്നത്? അപ്പൊ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, വ്യക്തമായിട്ട് നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കണം. വൈ വി വിസിറ്റഡ് ആൻഡ് വാട്ട് വാസ് ദ ഇമ്പോർട്ടൻറ്റ്, ഹൗ ഹി റിക്കലക്ട് ദ ഇൻഫർമേഷൻസ് അബൌട്ട് ദ പാരീസ് പീപ്പിൾ ആൻഡ് ദെയർ ലൈഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അവിടെ നിന്ന് ആ അത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ കോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. ഇനി അല്ലേ, അത് ക്ലിയർ ആയോ എന്നാൽ എന്താ സെക്കൻഡ് പാരഗ്രാഫിലോട്ട് നമുക്ക് പോവാം. സെക്കൻഡ് പാരഗ്രാഫിൽ ഹി എക്സ്പൗണ്ടഡ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്. ദാ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള് വരികയാണ്. നമ്മൾ ഒരുപാട് കേട്ട് പഴകിയ കാര്യമാണ് അല്ലെ, പക്ഷെ ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നോൺ വയലൻസ്. നമ്മുടെ ടേം അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ നോൺ വയലൻസ് എന്തിനായിരുന്നു, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെയാണ്, ഗാന്ധി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രിൻസിപ്പിളിൽ വിശ്വസിച്ചത് എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ അതിന് ആൻസറബിൾ ആണ്. അപ്പോൾ നോൺ വയലൻസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയൊരു കീവേഡ് ആണ്. അത് എപ്പോഴും ഓർത്ത് വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോൺ വയലൻസ് ടച്ച് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. He explained that non-violence was no weapon of the weak but of the strongest. അദ്ദേഹം എന്താണ് നോൺ വയലൻസിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ് നോൺ വയലൻസിനെ കുറിച്ച്? നോൺ വയലൻസ് എന്ന് പറയുന്നത് വീക്ക് അല്ല, എന്താണ്? സ്ട്രോങ് ആണ്. ഇറ്റ്സ് നോട്ട് എ വെപ്പൺ ഓഫ് എന്താണ്? വീക്ക് പീപ്പിൾ. ആ ഒരു വീക്ക് പീപ്പിളിന്റെ, ദുർബലരായ ആൾക്കാരുടെ വെപ്പൺ അല്ല, ആയുധമല്ല എന്ത് നോൺ വയലൻസ് എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്? അത് സ്ട്രെങ്തൻ ആയിട്ടുള്ള ഹാർട്ടിന്റെ അല്ലെങ്കിൽ ഉടമകളായിട്ടുള്ള ആൾക്കാരുടെയാണ്, സ്ട്രോങ്സ്റ്റ് പീപ്പിളിൻ്റെതാണ് എന്തെന്ന് പറയുന്നത്? നോൺ വയലൻസ് എന്ന് പറയുന്നത്.
To a non-violent man, strength of muscle is not necessary, but a strong heart is an absolute necessity. എന്ത് വേണമെന്നാ പറയുന്നത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് സ്ട്രെങ്ത് പലതരത്തിലുണ്ട്. ഒരു മനുഷ്യന് ഫിസിക്കൽ സ്ട്രെങ്തും ഉണ്ട്, മെന്റൽ സ്ട്രെങ്തും ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഫിസിക്കൽ സ്ട്രെങ്തും മെന്റൽ സ്ട്രെങ്തും നമുക്ക് രണ്ടും വേണം. പക്ഷേ ഈ നോൺ വയലൻസിന് അദ്ദേഹം എംഫസൈസ് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് എന്താണ്? നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്. അത്രയും നല്ലൊരു ഹാർട്ടാണ് നമുക്ക് വേണ്ടത്. ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാൾ ഉപരി എന്താണ് വേണം എന്ന് പറയുന്നത്? മെന്റൽ ഹെൽത്ത് ആണ്. നമുക്ക് നല്ലൊരു ഹാർട്ടാണ് വേണം എന്ന് പറയുന്നത്. നമുക്കറിയാം ചോരയ്ക്ക് ചോര എന്ന് പറയുന്ന വേറൊരു പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രിൻസിപ്പിളായ നോൺ വയലൻസ് ഫോളോ ചെയ്യാം. അപ്പൊ എന്താണ് അദ്ദേഹം ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്? ഈ നോൺ വയലന്റ് മെത്തേഡ് ആണ് അദ്ദേഹം ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. ഇന്ത്യയിലും അത് തന്നെ ഫോളോ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് വളരെയധികം നിർബന്ധം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് വരും പാരഗ്രാഫിലൂടെ നമുക്ക് അറിയാം. To kill and to be killed in fighting an enemy are acts of bravery, but to stand the blow of your adversaries and not to retaliate is a greater form of bravery. That is precisely what India has been training herself for. ഇവിടെ പറയുന്നുണ്ട് അല്ലെ, to kill and to be killed in fighting an enemy are acts of bravery. എന്താണ്? മരിക്കാനും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് മരിക്കാനും എന്താണ് അങ്ങോട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ബ്രേവറി തന്നെയാണ്, അതും ഒരു ധൈര്യം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ ധൈര്യത്തിനേക്കാൾ അപ്പുറം what we needed, blows of your adversaries and stand the blows of your adversaries. എന്താണ്? നമ്മുടെ അഡ്വേഴ്സറീസ് എന്ന് പറയുന്ന, അതായത് ഒപ്പോസേഴ്സ്, അതായത് നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരുടെ മുന്നിൽ ബ്ലോസ് എന്ന് പറയുമ്പോൾ വളരെ ശക്തമായിട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ നമ്മളൊരു യുദ്ധത്തെ എതിരേക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ അവർ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അഡ്വേഴ്സറീസിന്റെ മുമ്പിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? സ്റ്റാൻഡ് ആവുമ്പോഴത്തേന് നമ്മൾ ഉയർന്നെഴുന്നേറ്റ് നിൽക്കുകയാണ്. എങ്ങനെ? തിരിച്ചടിക്കാനാണോ? അല്ല. ടു റിറ്റാലിറ്റേറ്റ് ഇസ് എ ഗ്രേറ്റർ ഫോം ഓഫ് ബ്രേവറി. സഹനം, ആ ഒരു സഹനം, നമ്മൾ എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും തിരിച്ചടിക്കാതെ അതിനെ ചെറുത്ത് നിൽക്കാൻ, വളരെ സ്ട്രോങ് ആയിട്ട് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. ഇവിടെ ഹെർസെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. കാരണം നമ്മുടെ ഇന്ത്യ അമ്മയാണ് അല്ലെ, മാതാവാണ്, ഭാരത മാതാവ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതുപോലെ ആ ഇന്ത്യക്ക് അവൾക്ക് ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യം എന്താണ്? ആ ഒരു നോൺ വയലന്റ് മെത്തേഡ് ആണ്. എന്തിനേയും ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യം, തിരിച്ചടിക്കാതെ എന്താണ് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാനുള്ളതാണ് നമ്മുടെ ബ്രേവറി എന്നാണ് അദ്ദേഹം പറയുന്നത്. തേർഡ് പാരഗ്രാഫ് നോക്കാം. അപ്പൊ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് നോൺ വയലൻസ് എന്താണെന്ന് കോട്ട് ചെയ്യണം. നോൺ വയലൻസിനെ നമ്മൾ ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറയണം. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്, അദ്ദേഹത്തിന്റെ ഐഡിയോളജിയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ഈ പാരഗ്രാഫിൽ നമുക്ക് നോൺ വയലൻസിനെ കുറിച്ച് എഴുതാം. അടുത്ത തേർഡ് പാരഗ്രാഫിൽ എന്താണ്? In one of his speeches, he brought out the relation between education and non-violence. He said, real education consists not in packing the brain with facts and figures, not in passing examinations by reading numerous books, but in developing character. അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ലെ. അപ്പം അടുത്ത ഒരു സെക്കൻഡ് പോയിന്റ് വരുന്നത് അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് അബൌട്ട് എഡ്യൂക്കേഷൻ ആണ്. എന്താണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അന്നത്തെ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു കുട്ടി എന്താണ് അക്വയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലിയർ കട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് മോൾഡ് ചെയ്യപ്പെടേണ്ടത്? അത് കോൺസെപ്റ്റ്സോ ഫിഗറോ അല്ലെങ്കിൽ എക്സാം മാർക്സോ ഒക്കെ വെച്ചിട്ടാണോ നമ്മൾ മോൾഡ് ചെയ്യപ്പെടേണ്ടതെന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. വിത്തൗട്ട് എ ക്യാരക്ടർ മാൻ ഇസ് നത്തിങ് എന്നാണ്. അപ്പൊ ഒരു ക്യാരക്ടർ ഇല്ലാതെ ഒരാള് എന്താവുന്നില്ല? ഒരിക്കലും പ്രൗഡ് ആവത്തില്ല അല്ലെ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവത്തില്ല. ആ എഡ്യൂക്കേഷൻ കൊണ്ട് അവൻ നേടിയതിൽ ഒരു അർഹതയും ഇല്ലാതാവും, അതിൽ ഒരു ഹോപ്പും ഇല്ലാതാവും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്, നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് ആണ്. നമുക്ക് നല്ലൊരു മനസ്സാണ്, എംപത്തിക്കലും അതുപോലെ സിമ്പത്തറ്റിക്കലും ഒക്കെ ആയിട്ടുള്ള ഒരു മനസ്സാണ്, ഒരു ക്യാരക്ടറാണ് നമുക്ക് വേണ്ടത്. എന്തിനേയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണോ കാണേണ്ടത്? അതെ, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നല്ലൊരു ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാവണം. എഡ്യൂക്കേഷൻ കൊണ്ട് ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മറിച്ച് എന്തല്ല ഫാക്ട്സും ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് എക്സാം പാസ് ഔട്ട് ആയി പോകുന്നതാണോ? അല്ല.
അതൊക്കെ വേറെ ആയിട്ട് എന്താണ് ഒരു ഭൗതികമായിട്ട് നമ്മളെ അളക്കാനുള്ള ഒരു മെഷർമെന്റ് ടൂൾസ് മാത്രമാണ്. ഐ ക്യാൻ സേ ദാറ്റ് ഇഫ് യു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ഓഫ് നോൺ വയലൻസ് യു വിൽ ഫൈൻഡ് ദാറ്റ് വിത്തൗട്ട് ക്യാരക്ടർ ഇറ്റ് വിൽ പ്രൂവ് എ പ്രോഫിറ്റ്ലെസ് സ്റ്റഡി. അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്യാരക്ടർ ഇല്ലാതെ ഒരു പ്രോഫിറ്റ്ലെസ് സ്റ്റഡിയാണ്. വിത്തൗട്ട് ക്യാരക്ടർ എന്താണ്, ഇറ്റ്സ് എ പ്രോഫിറ്റ്ലെസ് സ്റ്റഡി, ഒരു ലാഭമില്ലാത്ത ഒരു പഠിത്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. In a movement such as we are conducting in India, we need the intellectual sympathy of the whole world. ഇങ്ങനൊരു മൂവ്മെന്റ് കൊണ്ട്, നോൺ വയലൻസ് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഈ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സിമ്പതിയാണ് ആവശ്യം. ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരു സിമ്പതിയാണ്, ഇന്റലക്ച്വൽ സിമ്പതി ദാറ്റ് ഐ നീഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ഒരു ഇന്റലക്ച്വൽ സിമ്പതി എന്ന് പറയുന്ന ടേം മറന്നു പോകാൻ പാടില്ല. അതും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിടുക. അടുത്തത് സ്കൗസ് ഓഫ് ലെറ്റേഴ്സ്. അടുത്ത ഒരു 4th പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യും, അവരെപ്പോഴും ഒരു കീപ്പ് ഇൻ ടച്ച് വെച്ചിരിക്കും അല്ലെ. ആ ഒരു നമ്മളെ കാണുക, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ഒരു മെസ്സേജ് അയക്കുക. ഇന്നാണെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയക്കുക, മുമ്പാണെങ്കിൽ ആ മെസ്സേജിങ് എങ്ങനെയായിരുന്നു, ലെറ്റേഴ്സ്, ത്രൂ ദ ലെറ്റേഴ്സ് ആയിരുന്നു അല്ലെ. അവരെങ്ങനെയായിരുന്നു സുഖവിവരം തിരക്കിയിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിയാനോ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ അവർ കൺവേ ചെയ്തിരുന്നത് ഏത് മാർഗം ഉപയോഗിച്ചായിരുന്നു, ലെറ്റേഴ്സ് ആയിരുന്നു. ആ സെയിം ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ മൂവീസിന്റെ കാര്യമൊക്കെ കേട്ടാലും നമ്മൾ പറയത്തില്ലേ, എന്താണ് അവര് പണ്ട് ആക്ടേഴ്സ് പറയുന്നവർക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ വരാറുണ്ടായിരുന്നു, അവരൊരുപാട് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ബെറ്റർ ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ. അതും എന്താണ്, ടൈപ്പ് ഓഫ് മോൾഡിങ് തന്നെയാണ്. ആ സെയിം തന്നെ ഇവിടെ നമ്മുടെ ഗാന്ധിക്ക് ലെറ്റേഴ്സ്, ഇഷ്ടത്തോടെ ലെറ്റേഴ്സ് അയക്കുന്നവരുണ്ടായിരുന്നു. അവരാരാന്ന് നോക്കാം. Scores of letters came to Gandhiji daily from all parts of Britain and the continent. ഈ ബ്രിട്ടനിൽ നിന്ന് പോലും, ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിലായിരുന്നു ആ ഒരു ടൈമിൽ അല്ലെ. ആ ഒരു ടൈം പീരീഡിൽ റൂളേഴ്സ് ആരായിരുന്നു, ബ്രിട്ടീഷ് ആയിരുന്നു ലാസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ റൂളേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ കൺട്രിയിൽ നിന്ന് പോലും ലെറ്റേഴ്സ് അദ്ദേഹത്തിന് വരുമായിരുന്നു. വെൽക്കമിങ് ഹിം ആൻഡ് എക്സ്പ്രസിംഗ് സിമ്പതി ഫോർ ഹിസ് മിഷൻ. എന്തിനെ കുറിച്ചായിരുന്നു, അദ്ദേഹം ആ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന അദ്ദേഹത്തിന് എന്തായിരുന്നോ വേണ്ടുന്നത്, ആ സിമ്പതി ഫോർ ദ മിഷൻ ആയിരുന്നു വേണ്ടുന്നത് അല്ലെ. ആ നോൺ വയലൻസ് എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു സിമ്പതി വേണമായിരുന്നു. അതെ, അതേ സിമ്പതി തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത്. All the friends who knew him years ago as a young student turned up to see him and all the English friends, including civil servants, made a point of renewing the friendship. അദ്ദേഹം, നമുക്കറിയാം ഗാന്ധി നമ്മൾ ഇന്ന് കാണുന്ന ഒരു രൂപത്തിലല്ലായിരുന്നു അദ്ദേഹത്തിന് മുന്നേ ഉള്ള ഒരു രൂപം അല്ലെ. വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണല്ലേ അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പുറത്തുപോയി പഠിച്ച ആളാണ്. അപ്പൊ അത്രയും ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് തന്നെ അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പും എന്താണ്, ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരും എന്താണ്, വലിയ ആൾക്കാരും ഇതേപോലെ അദ്ദേഹത്തിന് മെസ്സേജസ് പാസ് ചെയ്യാറുണ്ടായിരുന്നു, ലെറ്റേഴ്സ് അയക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. Even celebrities who had heard about him were eager to meet him in person. Perhaps few would believe that when Gandhi was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. But as soon as he was told that Mr. Chaplin came from the people and lived for the people, and that he had made millions laugh, he agreed to meet him. ഇനി നമ്മൾ കാത്തിരുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എന്താണ്, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെസ്സേജസ് കൺവേ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിനെ അടുത്തതായിട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത ആൾക്കാരിൽ ഒരാളായിരുന്നു സെലിബ്രിറ്റി എന്ന് പറയുന്ന. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആയിരിക്കും അല്ലെ. ആ ഒരു പബ്ലിക് ഫിഗർ ആരായിരുന്നു, ചാർലി ചാപ്ലിൻ. ഇന്നത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ അറിയാത്ത ഇന്നത്തെ ഒരു തലമുറയും ഉണ്ടായിരിക്കും അല്ലെ. ഈ ഒരു ജനറേഷനിലും അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിന്റെ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, നമുക്കൊരാളെ, അദ്ദേഹം എന്താ ചെയ്തിരുന്നത്, ചിരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്, ആൾക്കാരെ ചിരിപ്പിക്കുകയാണ് ചെയ്തത്. അതും എങ്ങനെയാണ് ചിരിപ്പിച്ചിട്ടുള്ളത്, സൈലന്റ് ഫിലിംസിലൂടെയാണ് ചിരിച്ചിട്ടുള്ളത്. അദ്ദേഹം മിണ്ടാറേ ഇല്ല. നമുക്കറിയാം എത്രത്തോളം പാടാണ് നമ്മൾ കാരണം ഒരാളിൽ ഒരു ചിരി ഉണ്ടാവാനെന്ന്. അങ്ങനെ ഒരു ചിരി ഉണ്ടാക്കണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു, ഒരു പബ്ലിക് ഫിഗർ ആയിരുന്നു നമ്മുടെ ചാർലി ചാപ്ലിൻ. അപ്പോൾ അദ്ദേഹം കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധിക്ക് അന്ന് ബിസി ആയിരുന്നിരിക്കാം. നമ്മുടെ ഗാന്ധി ഒരുമിച്ച് നിർത്താൻ നമ്മുടെ ആൾക്കാരോട് സംസാരിച്ച് പല രീതിയിലുള്ള പ്ലാനിങ് ഒക്കെ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരെ അറിയാതെ പോയി, ചാർലി ചാപ്ലിനെ അറിയാതെ പോയി. അപ്പൊ ആ ചാർലി ചാപ്ലിൻ ആരാണെന്ന് അദ്ദേഹം
നമ്മുടെ സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. അപ്പൊ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈസ് എ പബ്ലിക് ഫിഗർ. എന്താണ് he lived for the people and that he had made millions laugh എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന, നമ്മുടെ ആൾക്കാർക്ക് പബ്ലിക്കിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് എന്താണ് ഗാന്ധിയെ കാണാൻ വന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ എന്തിനായിരിക്കാം, വാട്ട് വാസ് ദ ഇന്റൻഷൻ ടു മീറ്റ് ഗാന്ധി? അദ്ദേഹത്തിന്റെ ഒരു ഇന്റൻഷൻ എന്തായിരിക്കാം എന്ന് നമുക്ക് നോക്കാം. Chaplin had evidently heard of Gandhiji's spinning wheel, and the very first question he asked was why Gandhiji was against machinery. The question delighted Gandhiji, who explained to him in detail why the 6 months unemployment of the whole peasant population of India made it important for him to restore them. Gandhiji said, in clothes and food, every nation should be self-contained. We were self-contained and what to be so again. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, നമുക്ക് നമ്മൾ പിക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നതായിട്ട്. അദ്ദേഹത്തിന് ആ ഒരു നൂൽചക്രം ഉണ്ട് അല്ലെ, ആ ഒരു സ്പിന്നിങ് വീലുണ്ട്. അതെന്തിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ മെഷീനറീസ് ഇൻവെന്റഡ് ആയില്ലേ, വന്നിട്ടില്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്? മെഷീനറീസിനോട് എന്താണ് ഇത്രയും എതിർപ്പ് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം നമുക്കറിയാം മെഷീൻസ്, നമ്മുടെ സ്ഥാനത്ത് മെഷീൻസിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തായിരിക്കാം, ഒരു റിലാക്സേഷൻ ആണ്. ദാറ്റ്സ് എ കൈൻഡ്. അടുത്തെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓരോരുത്തരുടെയും ജോലി നഷ്ടപ്പെടുകയാണ്. നമ്മൾ ചെയ്യുന്ന ആ ഒരു മാൻ പവർ മാറ്റിയിട്ട് എന്താണ് മെഷീൻ പവർ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജോലി അവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും എന്താണ് അൺഎംപ്ലോയിഡ് ആയിട്ട് മാറുകയാണ്. നമുക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് രൂക്ഷമായിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു. നമ്മൾ ഇന്ത്യക്കാർക്ക് അന്ന് പട്ടിണിയിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അവിടെ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർ, സാധുജനങ്ങൾ, അവർക്ക് എന്താണ് ഉണ്ടായിരുന്നത്? അവർക്ക് പട്ടിണിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു മെഷീനറീസ് ഉണ്ടായി കഴിഞ്ഞാൽ 6 മാസമോ അല്ലെങ്കിൽ അതിലധികമോ അവർക്ക് ജോലി ഇല്ലാതായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അവരെന്താക്കണം? സെൽഫ് കണ്ടെയ്ൻഡ് ആക്കണം. അങ്ങനെ സ്വയം പര്യാപ്തരാക്കണം. എങ്ങനെ? വി വേ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് വാണ്ട് ടു ബി സോ അഗെയിൻ. എന്തും കൂടി ആക്കണം, അവിടെ ഉള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ അത് എന്താണ് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. സ്വന്തമായി ക്ലോത്ത്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമായി അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരായി മാറണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളപ്പോ എന്തായിട്ട് മാറും? ഇപ്പൊ മെഷീൻസിന് കൂടുതലായിട്ട് ഇത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇന്നും ദോഷഫലങ്ങളില്ലേ? നമ്മൾ ഇന്നും അത് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിലും നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും ഒരുപാട് പേർക്ക് ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്താണ്? ഈ മെഷീൻ പവർ കൊണ്ട് തന്നെ ആ ഒരു ഇൻവെൻഷൻ എന്താണ് നമ്മളെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ വസ്ത്രം ഉണ്ടാക്കണം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം എന്നാണ്. വർഷം മുഴുവൻ നമുക്കത് ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കിക്കോ. അപ്പൊ മെഷീനറീസിനോടുള്ള ആ ഒരു എതിർപ്പ് എന്താണ്, വൈ ഹി ഒപ്പോസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, വ്യൂ പോയിന്റ്, അത് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എഴുതാൻ സാധിക്കണം. അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യം അവിടെ നിന്ന് മറന്നു പോവരുത്. അടുത്തത് നമ്മുടെ 6th പാരഗ്രാഫിൽ there were requests from various women's organization for an address by Gandhiji. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, അദ്ദേഹത്തിന് ഒരു വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വിമൻ ഓർഗനൈസേഷൻ എന്നൊക്കെ ചോദിക്കാം. ഹൗ ഹി കോട്ടഡ്, എങ്ങനെയാണ് അദ്ദേഹത്തിന് വിമൻ ഓർഗനൈസേഷനെ എന്താണ് മുന്നോട്ട് കൊണ്ടുവന്നത്, എങ്ങനെയാണ് അദ്ദേഹം ഹെൽപ്പ് ചെയ്തത്, അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. There were requests from various women's organizations for an address by Gandhiji. ഗാന്ധിജി ഒന്ന് അഡ്രസ് ചെയ്ത് സംസാരിക്കണം, ഞങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തില് കുറെ റിക്വസ്റ്റ് അദ്ദേഹത്തിന് വന്നപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? ആൻഡ് ഹി അഡ്രസ് ദ വിമൻസ് ഇന്ത്യൻ കൗൺസിൽ ഇൻ മോർലി കോളേജ് ഹാൾ. മോർലി കോളേജ് ഹാളിൽ വെച്ച് ആ വിമനെ അല്ലെങ്കിൽ ആ ഒരു വിമൻസ് ഓർഗനൈസേഷനെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത് അതിനെ കുറിച്ച്? At this meeting, Gandhi took the opportunity to correcting various notions about the women of India. നമുക്ക് ഇന്നും ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ടല്ലേ? നമ്മൾ ഇക്വാളിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്താണ് വിമൻ ഓർഗനൈസേഷനോട് അല്ലെങ്കിൽ നമ്മുടെ വിമൻസിന്റെ ഐഡിയോളജിയോട് ഒരുപാട് പേർക്കും ഇന്നും എന്താണ് ഒരു എതിർപ്പാണുള്ളത് അല്ലെ? അങ്ങനെ എതിർപ്പുകൾ ഉണ്ടാവാതിരിക്കാൻ ആ ഒരു മിസ്കൺസെപ്ഷൻ അന്നും ഉണ്ടായിരുന്നു. അപ്പോ എന്താണ്, ഒരു സ്ത്രീയാണ് ഫിസിക്കലി അല്ലെങ്കിൽ എന്താണ് സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ മെന്റലി സ്ട്രോങ് അല്ല, പറ്റില്ല, ഇതിന് പറ്റില്ല, അതിന് പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഒരു മറുപടി എന്നോണമാണ് അദ്ദേഹം അവരെ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അന്ന് വരെ ഉണ്ടായിരുന്ന മിസ്കൺസെപ്ഷൻസ് എല്ലാം എന്താണ് വിമനെ കുറിച്ച് മാറിക്കിട്ടി.
പണ്ട് കാലത്തൊന്നും നമുക്കറിയാം വിമൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവര് ജോബ്ലെസ് ആണ്. അവര് ജോബ്ലെസ് എന്ന് പറയുമ്പോൾ അവർ വീട്ടിലിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവരെന്താണ്, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിലോ ഒരു എന്താ സൊസൈറ്റി ആയിട്ട് ബന്ധമുള്ള ഒരു കാര്യങ്ങളിലോട്ടോ ഒന്നും ആരിറങ്ങുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിമൻ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം മാറിയപ്പോഴാണ് ഗാന്ധി അവരെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ ഉണ്ടായ കാരണം എന്താണ്? അവര് മുന്നോട്ട് അവരുടെ വീട് വിട്ടിട്ട് അവര് പബ്ലിക്കിൽ ഇറങ്ങാണ്, സൊസൈറ്റിയിൽ ഇറങ്ങാണ്, ആൾക്കാരുമായിട്ട് എന്താണ് പ്രൊസഷൻസ് ഒക്കെ സംഘടിപ്പിക്കുകയാണ്, ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്താണ്, അവരൊരു സൊസൈറ്റി ഫോം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് ടു ഗെറ്റ് ദ ഇൻഡിപെൻഡൻസ്. ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു സ്ട്രഗിളിലേക്ക് മുന്നോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു മുന്നോട്ട് ഇറങ്ങലിനെ ഇവിടെ ഗാന്ധി എന്താണ് വളരെ പ്രൗഡായിട്ട് പറയുന്നുണ്ട്. He presented a vivid picture of the heroic party of play during the freedom struggle. No hindrances have been placed in the way of their entering public life. For several years, when our organizations were declared illegal and those in charge of them put into prison, it was a woman who came to forefront and filled the jail. ഇവിടെ അവരുടെ വീട്ടിലുള്ളവരുടെ എല്ലാവരും നമുക്കറിയാം ആദ്യമായിട്ട് എന്താണ് ആണുങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു മെൻ സൊസൈറ്റി തന്നെയാണ് ഇറങ്ങി. അപ്പൊ അവര് പുറത്തേക്ക് വന്നു, അവരെന്തായത് ഒരു പ്രിസണർ ആക്കി അവരെ അടച്ചിടുന്നു, ജയിലിൽ അടച്ചിടുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവുന്നു. അപ്പൊ സമരം മുന്നോട്ട് പോവില്ല, നമുക്ക് സ്ട്രഗിള്, നമ്മൾ എന്താണ് ആ ഒരു ഫൈറ്റ് മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ അത് ആർക്ക് ഇറങ്ങേണ്ടി വന്നു? അത് കണ്ടിട്ട് നമ്മുടെ വിമൻ മുന്നോട്ട് വന്നു. പിന്നെ ഒരു സ്ട്രഗിളിന് തെരുവിലേക്ക് ഇറങ്ങുന്നത് ആരാണ്? നമ്മുടെ സ്ത്രീജനങ്ങളാണ്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേനും അവിടെയും എന്താണ് ജയിലൊക്കെയും ഫില്ലാവാൻ തുടങ്ങി. ആരെ കൊണ്ട്? ഈ വിമനെ കൊണ്ട് ജയിലൊക്കെ ഫില്ലാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതും അവര് എങ്ങനെയുള്ളതായിരുന്നു, എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തതെന്ന് പറയാം. He then went to describe how they came out their homes in one mass and showed an awakening which was miraculous. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ അവേക്കനിങ് ആയിരുന്നു അല്ലെ, ഉണർച്ചയുള്ള ഒരു എന്താ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. They took part in processions, defy the law and bore the lathi blows without raising a little finger. അതായത് അവരുടെ അത്രയും ലാത്തി കൊണ്ടുള്ള അടികളായിരുന്നോട്ടെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലോസിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഡിസൊബേ ചെയ്തിട്ട്, ആ ബ്രിട്ടീഷേഴ്സിന്റെ റൂളിനെ ഡിസൊബേ ചെയ്തിട്ടുണ്ട്. അവരുടെ അടിയെ ഒക്കെ ചെറുത്ത് നിർത്തി എന്താണ് ഒരു ചെറു വിരല് പോലും അനക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലേ, എന്താണ് അവരെ തട്ടി ചോദിക്കാതെ സഹിച്ച് മുന്നോട്ട് നിന്ന ആൾക്കാരാണ് ആ സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട്. It was not learned women like Sarojini Naidu, but hundreds of unlettered women who had borne lathi blows to the head, bleeding profusely while standing unflinchingly, ordering their companion not to move. അപ്പൊ എങ്ങനെയുള്ള ഒരു സമരം, ചെറുത്ത് നിൽപ്പാണ്. ആ വേർഡ്സ് നോക്കണം, വേർഡ്സിന്റെ ക്ലാരിറ്റി അവിടെ നോക്കണമേ. എത്രത്തോളം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് നമ്മളെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള സരോജിനി നായിഡുവിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് നമ്മൾ അങ്ങനെയുള്ള ലീഡേഴ്സിനെ കുറിച്ചാണ് കൂടുതലും കേട്ടിട്ടുണ്ടാകുന്നത് അല്ലെ. വളരെ കോമൺ ആയിട്ടുള്ള അൺലെറ്റേർഡ് ആയിട്ടുള്ള, അതായത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുടെ ചെറുത്തുനിൽപ്പിനെ പറ്റി നമ്മൾ അധികം ഓർക്കാറില്ല അല്ലെ. അപ്പൊ അവരെയും അഡ്രസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവരും എന്താണ് ആ ഒരു ലാത്തിക്ക് തലയ്ക്ക് അടി കൊണ്ടിട്ട് ബ്ലീഡിങ് ആയിട്ട് അത്രയും എന്താണ് ദുരിതത്തിൽ നിന്നിട്ടും അവർ അതിനെ ചെറുത്ത് നിൽക്കാതെ അവരുടേതായ മാർഗത്തിൽ നോൺ വയലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് ആ സ്ത്രീകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അൺഫ്ലിഞ്ചിങ്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അചഞ്ചലമായ, എന്താണ് ഉറച്ചു നിൽക്കുന്ന ആ ഒരു തീരുമാനങ്ങളെയാണ് അങ്ങനെയൊക്കെ ആ വേർഡൊക്കെ ഉപയോഗിച്ച് പറയുന്നത്. പിന്നെ എന്താണ് ബ്ലോ, നേരത്തെ പറഞ്ഞതുപോലെ നല്ല ശക്തിയായിട്ട് അടിക്കുക. അതുപോലെ അൺലെറ്റേർഡ് എന്ന് പറയുന്നത് ഇല്ലിറ്ററേറ്റ് എന്നുള്ള മീനിങ്സ് ഒക്കെയാണ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിക്കോ. 7th പാരഗ്രാഫിൽ അബൌട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഗാന്ധിജി മേഡ് ഹിസ് പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ അറ്റ് മെനി മീറ്റിംഗ്. അദ്ദേഹം ഇനി പറയുന്നത് അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻസ് എന്നുള്ള സ്വപ്നം, സ്വാതന്ത്ര്യം എന്നുള്ള സ്വപ്നം എങ്ങനെയാണ് അദ്ദേഹം ഓരോ മീറ്റിംഗിലും പറയുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്, ഫ്രീഡത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇൻഡിപെൻഡൻസിനെ പറ്റി അദ്ദേഹത്തിനുള്ള ഒരു വ്യൂ എന്താണ്, ഒരു വ്യൂ പോയിന്റ് എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഐ എം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്. ഞാൻ എന്തിന് ബെഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യാചിക്കാൻ. ഞാൻ എന്റെ ഇൻഡിപെൻഡൻസ്, എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഫ്രീഡം ഞാൻ യാചിക്കാനല്ല വരുന്നത്. ബട്ട് ഐ ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് സഫറിങ്. ഞാൻ എന്തുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്? എന്റെ ലാസ്റ്റ് ഇയർ ഓഫ് സഫറിങ്ങുമായിട്ടാണ്, എന്റെ അവസാന വർഷത്തെ കഷ്ടപ്പാടുമായിട്ടാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രം വൺ നേഷൻ ടു അനദർ. ഇമ്പോർട്ടന്റ് ആണ്, പോയിന്റ് ഔട്ട് ചെയ്യുക, അത് വരച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിടണം. There is no such thing as a gift of independence from one nation to another. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് തരേണ്ടതല്ല എന്ത് ഇൻഡിപെൻഡൻസ്. നമുക്കൊരു ഗിഫ്റ്റ് എന്നോണം തരേണ്ടതാണോ? അല്ല. അല്ലാതെ എന്താണ് നമുക്കത് എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് അദ്ദേഹം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു രാജ്യക്കാരൻ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരേണ്ട ഒന്നല്ല സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ബെഗ് ചെയ്ത് എന്താണ് വളരെ യാചിച്ച് കിട്ടുന്ന ഒന്നായിരിക്കരുത് എന്റെ സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. I am here to testify that we shall continue the process of self-sacrifice until at last no Britisher will want to remain in India as a ruler. ഒരിക്കൽ പോലും ഞാൻ എന്റെ സമരം കണ്ടിന്യൂ ചെയ്യും, ഞാൻ ടെസ്റ്റിഫൈ ചെയ്യാണ്. എന്ന് വരെ? അൻറ്റിൽ എന്ന് വരെയാണ് പറയുന്നത്? ഒരു ബ്രിട്ടീഷർ പോലും എന്റെ എന്താവാൻ പാടില്ല, എന്റെ രാജ്യത്തിന്റെ റൂളർ ആയിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ആ ഉള്ള ഒരു ലാസ്റ്റ് അങ്ങനെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന സ്വപ്നം നിൽക്കുന്ന കാലത്തോളം ഞാൻ എന്ത് ചെയ്യുന്നാണ് പറയുന്നത്? ഫൈറ്റ് അഗെയിൻസ്റ്റ് എ കമ്പനി എന്നാണ് പറയുന്നത്. അവർക്കെതിരെ അദ്ദേഹം യുദ്ധം ചെയ്യും എന്നാണ് പറയുന്നത്. എനിക്ക് എന്റെ സ്വാതന്ത്ര്യം വേണം, പക്ഷെ അതൊരിക്കലും എങ്ങനെയായിരിക്കരുത്? ബെഗ് ചെയ്തായിരിക്കരുത്, അല്ലെങ്കിൽ അവരൊരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കരുത് എന്റെ സ്വാതന്ത്ര്യം. അതുവരെയും ഞാൻ എന്റെ സ്വാതന്ത്ര്യം തരും വരെയും ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഫൈറ്റ് ചെയ്യും. At the Federal Structure Committee of Round Table Conference, Gandhi spoke about his dream of independent India. ഇപ്പോ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സോഷ്യൽ സയൻസിലെ ഇതിലൊക്കെ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് റൗണ്ട് ടേബിൾ അല്ലേ? ആ ഒരു ഫെഡറൽ സ്ട്രക്ചർ കമ്മിറ്റി, ആ ഒരു ഫസ്റ്റ് റൗണ്ട് ടേബിൾ, ആ ഒരു കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം, ഇൻഡിപെൻഡൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. Gandhiji spoke about his dream of independent India. If I want freedom for my country, I do not want that freedom in order that I may exploit any other race upon earth or any single individual. എന്റെ സ്വാതന്ത്ര്യം എങ്ങനെയുള്ളത് കൂടി ആയിരിക്കണം? എന്താണ്? ഞാൻ എന്റെ സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ അതൊരു മറ്റൊരാളുടെ എന്തായിരിക്കാൻ പാടില്ല? വംശത്തെ നശിപ്പിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അയാളെ ഹേർട്ട് ചെയ്തത് കൊണ്ടോ അങ്ങനെ നേടിയെടുക്കുന്നത് ഒന്നായിരിക്കരുത് എന്റെ സ്വാതന്ത്ര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ? നമ്മൾ കൈയെടുക്കുമ്പോൾ നമ്മളെ സ്വാതന്ത്ര്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൈയെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല, അടുത്ത് നിൽക്കുന്ന ഒരാളെ ഉപദ്രവിക്കുന്ന വിധത്തിലാവരുത് നമ്മുടെ സ്വാതന്ത്ര്യം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് അദ്ദേഹം പറയുന്നത്. എന്താണ്? മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടായിക്കൂടാ എന്റെ സ്വാതന്ത്ര്യം ഞാൻ നേടിയെടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ പോലും ഹേർട്ട് ചെയ്തുകൂടാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ് ആണ്. Thus Gandhiji, along with all the other freedom fighters, persuaded the British rulers to give India her legitimate independence, which in his words was her right. The dream of independence was accomplished by his inimitable method of unwavering non-violence and non-cooperation. വാട്സ് അണ്ടർലൈൻ ചെയ്തോ? അൺവേവറിംഗ് ആയിട്ടുള്ള നോൺ വയലൻസും നോൺ കോപ്പറേഷനും എന്നുള്ളൊരു മെത്തേഡാണ്. എന്താണ്? നോൺ വയലൻസും നോൺ കോപ്പറേഷൻ എന്നുള്ള രണ്ട് മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. എന്താണ്? നോൺ വയലൻസ് ആണ്, അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ ആണ്. ആർക്കും അടിയറവ് പറയാത്ത ഒരു എന്താണ് ക്ഷമനം അല്ലെങ്കിൽ ക്ഷമയുള്ള സഹനമുള്ള ഒരു സമരമാണ് നമ്മുടേതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ എല്ലാ റൂളേഴ്സിനോടും അദ്ദേഹം ചെയ്തതും എന്ത് തന്നെയാണ്? അങ്ങനെ ആ രീതിയിലുള്ള ഒരു സമരമാണ്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻഡിപെൻഡൻസ് ആണ് അദ്ദേഹത്തിന്റെ ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണ് എന്ത് ഇവിടെ റിയലൈസ്ഡ് ആയത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളല്ലായിരുന്നോ? ആ ഒരു സ്വപ്നങ്ങളൊക്കെ അല്ലേ ലാസ്റ്റ് നമുക്ക് റിയലൈസ്ഡ് ആയത്, നമ്മൾ അച്ചീവ് ചെയ്തത്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഒക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫോർഫാദേഴ്സിന്റെ ഒക്കെ എന്താണ്? സ്ട്രഗിൾ ആണ്, അവരുടെ ആ ഒരു നോൺ വയലന്റ് മെത്തേഡ് ആണ്, അവരുടെ ക്ഷമയാണ്. അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്കൊക്കെ പോവാം. ഇവിടെ നോക്ക്, ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ടച്ച് ഉള്ള ലെസൺ ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റില്ല.
ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോൺ വയലൻസ് ഈസ് എന്താണ് നോൺ വയലൻസ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഗാന്ധിജീസ് വ്യൂ ഇവിടെ പറയുക. റിയൽ എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിന്റെ റിയൽ എഡ്യൂക്കേഷൻ മെത്തേഡ് എന്തായിരുന്നു, എന്താണ് എന്നൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓതേഴ്സ് പ്രൊഫൈൽ നോക്കാം. വളരെ ചെറുതായിട്ട് എന്താണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം മെമ്മറൈസ് ചെയ്യുക. അതിനാണ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ് ബോൺ ഓൺ 1 ജാനുവരി 1892 ഇത് ആരുടെ പ്രൊഫൈലാണ് ഈ പറയുന്നത്? നമ്മുടെ ഓതർ ആയിട്ടുള്ള, നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള, ഈ ആർട്ടിക്കിൾ എഴുതിയ അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ആണ്, സ്കോളർ ആണ്, റൈറ്റർ ആണ് അദ്ദേഹം, മഹാദേവ് എന്ന് പറയുന്ന ആള്. അടുത്തത് ഫേമസ് ആസ് മഹാത്മാഗാന്ധീസ് പേഴ്സണൽ സെക്രട്ടറി. അദ്ദേഹം ഒരു എന്താണ് നമ്മുടെ ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പൊസിഷൻ എന്ന് പറയാം. അതാണ്. അപ്പോൾ അതും മറന്നു പോകരുത്. ഇനി അദ്ദേഹത്തിന്റെ ലാംഗ്വേജസ് ഫ്ലുവന്റ് ഇൻ ഗുജറാത്തി, ബംഗാളി ആൻഡ് ഇംഗ്ലീഷ് ഓൾസോ. ഇനി അദ്ദേഹത്തിന്റെ ബുക്സിനെ പറ്റി പറയാം. അന്തിത് സാധു നന്ദ് എന്ന് പറയുന്ന ബുക്സ് അയാൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സെയിന്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ട്. വീർ ഭല്ലഭായി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ട്. പി ഹുദായി ഖിദ്മത് എന്ന് പറയുന്ന ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഗാന്ധീസ് പബ്ലിക്കേഷൻസ്, യങ് ഇന്ത്യ, അതുപോലെ തന്നെ നവജീവൻ, ദ ഹരിജൻ ബന്ധു എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അദ്ദേഹം എന്നാണ് മരണപ്പെട്ടത്? ഡൈഡ് ഓൺ ഓഗസ്റ്റ് 1942 അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു വിന്നറാണ്, സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ്. ഇനി ഇതിലെ വൊക്കാബുലറി പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടെന്ന് തോന്നുന്ന വേർഡ്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ വേർഡ്സ് ഇതിനകത്തുനിന്ന് നോക്കുക. ഇപ്പൊ നമ്മളൊരു ലെസൺ പഠിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവണം ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. നമ്മുടെ ഒരു വൊക്കാബുലറി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. എങ്ങനെ നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാം? നമുക്കൊരു സ്ട്രോങ് വൊക്കാബുലറി ഉണ്ടെങ്കിലേ നമുക്കൊരു ഫ്ലുവൻസി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ ലെസൺ പഠിക്കുമ്പോഴും അതിനകത്തുനിന്ന് നമുക്ക് മാക്സിമം പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് ക്യാച്ച് ചെയ്യുക. അത് കുറച്ച് മെമ്മറൈസ് ചെയ്യുക. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് മെമ്മറൈസ് ചെയ്യുക. നമ്മൾ സെന്റൻസസ് എഴുതുമ്പോൾ അപ്ലൈ ചെയ്യുക. റിസപ്ഷൻ, എ ഫോർമൽ ഗാദറിംഗ് ടു ഓണർ സംവൺ. നമ്മൾ കൊടുക്കുന്ന റിസപ്ഷൻ, ഇവിടെ ഗാന്ധിക്ക് കിട്ടിയ റിസപ്ഷനെ പറ്റി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്തത്? നമ്മുടെ ഫ്രാൻസിലെ കുട്ടികളാണ് നമ്മുടെ ഗാന്ധിയെ സ്വീകരിച്ചത്. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണക്റ്റഡ് വിത്ത് ഗോഡ്, റിലേഷൻ ടു ദ സോൾ ഓർ സ്പിരിറ്റ് റാദർ ദാൻ ഫിസിക്കൽ മാറ്റേഴ്സ്. ഈ ഒരു ഫിസിക്കൽ മാറ്റേഴ്സിൽ അല്ലാതെ, ഭൗതികമായ ഒരു ലോകമല്ലാതെ നമുക്ക് സംതിങ് എൽസ് വി നീഡ് ടു കണക്ട് വിത്ത്. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ എന്ന് പറയുന്ന ഒരു ആത്മീയതയാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചൂഷണം. ദ ആക്ട് ഓഫ് യൂസിങ് സംതിങ് ഇൻ ആൻ അൺഫെയർ ഓർ സെൽഫിഷ് വേ. അൺഫെയർ ആയിട്ട് സെൽഫിഷ് വേയിൽ ട്രീറ്റ് ചെയ്യുന്നതിനെ, ഒരു ആക്ടിനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ബ്ലൈൻഡ് എന്ന് പറയുന്നത് അൺഏബിൾ ടു സീ ഓർ പെർസീവ് ക്ലിയർലി. നമുക്കൊരു ക്ലിയർ കട്ട്, ഒരു കാഴ്ചയില്ലാത്ത, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള എന്നുള്ള ഒരു വേർഡാണ്. അടുത്തത് ഹാർട്ടൻസ് എന്ന് പറയുന്നുണ്ട്. എൻകറേജ് ഓർ ഗീവ് സ്ട്രെങ്ത് ടു. ഇവിടെ ഹാർട്ടൻസ് എന്ന് എന്തിനാണ് ഉപയോഗിച്ചത്? ഹാർട്ടൻസ് വെൽക്കം തന്നപ്പോ വളരെ ഹാർദികമായിട്ട്, ഹൃദയാത്മകമായിട്ടാണ് അദ്ദേഹം ഇവിടെ ആ ഒരു വെൽക്കത്തിനെ സ്വീകരിച്ചത് നമ്മുടെ ഗാന്ധി. ഇനി ട്രഡിഷൻസ് എന്ന് പറയാം. ലോങ് എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റംസ് ഓർ ബിലീഫ്സ് ആണ് നമ്മുടെ ട്രഡിഷൻസ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഡിഫറെന്റ് ട്രഡിഷൻസ് ഉണ്ട്. വി എവ്രി വൺ ഹാവ് ട്രഡിഷൻസ് അല്ലെ. നമ്മുടെ കേരളയ്ക്ക് ഒരു ട്രഡിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമുക്ക് ട്രഡിഷൻസും കസ്റ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ട്രഡിഷൻ എന്ന് പറയുന്ന വേർഡ് അങ്ങനെ റിലേറ്റ് ചെയ്തതാണ്. ഇനി ടീച്ചിങ്സ് എന്ന് പറയാം. പ്രിൻസിപ്പിൾസ് ഓർ ഐഡിയാസ് ടോട്ട് ഓർ ലേൺഡ്. സോ നമുക്ക് പഠിച്ചതോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതോ ആയ കാര്യങ്ങളെ ടീച്ചിങ്സ് എന്ന് പറയാം. മിഷൻ, വി ഷുഡ് ഹാവ് എ മിഷൻ about something. നമുക്ക് എന്തിനെങ്കിലും കുറിച്ചൊരു മിഷൻ ഉണ്ടായിരിക്കാം. എ സ്പെസിഫിക് ടാസ്ക് ഓർ എ ഡ്യൂട്ടി അസൈൻ ടു എ പേഴ്സൺ ഓർ ഗ്രൂപ്പ്. ഇനി നോൺ വയലൻസ്, നമ്മുടെ വില്ലനാണ്. നമുക്ക് എപ്പോഴും മറന്നു പോകാത്ത ഒരാളായിരിക്കണം നോൺ വയലൻസ് മെത്തേഡും അതുപോലെ തന്നെ നോൺ കോപ്പറേഷനും. നോൺ വയലൻസ്, ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് പീസ്ഫുൾ മീൻസ് ടു അച്ചീവ് ഗോൾസ് വിത്തൗട്ട് റിസോർട്ടിങ് ടു വയലൻസ്. ഇനി അതുപോലെ തന്നെ അഡ്വേഴ്സറീസ് ഉണ്ട്. അഡ്വേഴ്സറീസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒപ്പോണൻസ് അല്ലെങ്കിൽ എനിമീസ് ആണ്. ഇനി റിറ്റാലിയേറ്റ് എന്ന് പറയുന്ന വേർഡ് കുറച്ച് പുതിയ വേർഡ് ആയിരിക്കും അല്ലെ. ടു റെസ്പോണ്ട് ടു ആൻ അറ്റാക്ക് ഓർ ഇഞ്ചുറി വിത്ത് എ കൗണ്ടർ അറ്റാക്ക് ഓർ എ സിമിലർ ആക്ഷൻ. നമ്മൾ റിറ്റാലിറ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഒരു അറ്റാക്കിനെതിരെ റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം അല്ലേ, എങ്ങനെ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ ഇവിടെ റിറ്റാലിറ്റേറ്റ് ചെയ്യുന്നത്, ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നത് നോൺ വയലന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്.
നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെറുത്ത് നിൽക്കുക, ഒരു ചെറുത്ത് നിൽപ്പിനെയാണ് റിറ്റാലിറ്റേറ്റ് എന്നുള്ള ഒരു വേർഡ് കൊണ്ട് പറയുന്നത്. ഇനി ബ്രേവറി എന്ന് പറയുമ്പോൾ കറേജ് ഇൻ ഫേസിങ് ഡിഫിക്കൽട്ട് ഓർ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് അല്ലെ. നമ്മൾ എന്താണ് വളരെ ബ്രേവ് ആയിരിക്കണം. എങ്ങനെയാണ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാലും അടിയുറച്ച് നിൽക്കണം, ആ ഒരു ധൈര്യം വേണം എന്നുള്ള ഒരു വേർഡാണ് ബ്രേവറി എന്ന് പറയുന്നത്. ഇനി പ്രൊസഷൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഘോഷയാത്ര എന്നുള്ള വേർഡ്സ് എന്താണ് ഉത്സവമൊക്കെ അങ്ങനെ എന്തെങ്കിലും കുറിച്ചൊക്കെ എഴുതുമ്പോൾ പറയുന്ന ഒരു വേർഡാണ്. പക്ഷെ നമുക്കിവിടെ പ്രൊസഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു സോഷ്യലി എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇവിടെ നമ്മുടെ അത് മെൻഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വിമൻ ഓർഗനൈസേഷനെയാണ് മെൻഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ വേർഡ് പ്രൊസഷൻസ്. അവരാണ് അതെല്ലാം അറേഞ്ച് ചെയ്തത്, എക്സിക്യൂട്ട് ചെയ്തത്, ഓർഗനൈസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അടുത്തത് ഡിഫൈഡ് എന്ന് പറയുന്നത് ഓപ്പൺലി റെസിസ്റ്റഡ് ഓർ ചലഞ്ചഡ് ആണ്. എന്താണ് നമ്മൾ ഡിഫൈ ചെയ്യുക, കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഇവിടെ ഡിനൈ ചെയ്തത് ആരുടെ റൂൾസിനെയാണ്, ബ്രിട്ടീഷേഴ്സിന്റെ റൂൾസിനെ കംപ്ലീറ്റ്ലി എന്താണ് വിമൻ ഓർഗനൈസേഷൻ അവര് ഡിനൈ ചെയ്തു എന്നാണ് പറയുന്നത്. ലാത്തി എന്ന് പറയുന്ന സാധനം നമുക്ക് ഫെമിലിയർ ആണ്, നമുക്ക് പോലീസുകാരുടെ കയ്യിലൊക്കെ കാണാൻ പറ്റുന്ന സാധനമാണ്. ഇന്നും കോൺസ്റ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും സമരം വരികയാണ്, എന്തെങ്കിലും ഒരു ആൾക്കൂട്ടം ഉണ്ടാവുന്നുണ്ട്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ അവരെന്താണ് ഉപയോഗിക്കുക, ലാത്തീസ് ഉപയോഗിക്കുന്നുണ്ട്. ആ സെയിം സാധനം തന്നെയാണ് ആ വടി, ഹെവി സ്റ്റിക്ക്. ഓക്കെ. ഇനി അൺഫ്ലിഞ്ചിങ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഷോയിങ് ഫിയർ ഓർ ഹെസിറ്റേഷൻ. എന്താണ് അചഞ്ചലമായിട്ട് നമുക്കിനി എത്ര വന്നാലും ഒരു പേടിയില്ലാതെ ഉറച്ചു നിൽക്കുന്ന ആ ഒരു വേർഡാണ് അൺഫ്ലിഞ്ചിങ്ലി. ബ്യൂട്ടിഫുൾ വേർഡാണ് സുഷയ്ക്ക്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നുണ്ട്. Why do you think Gandhiji was considered the spiritual ambassador of India? ഇവിടെ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ഫ്രാൻസിലെ കുട്ടികളാണ് അദ്ദേഹത്തിനെ. എൻലൈറ്റൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ, ഒരു ലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്, എൻലൈറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ബാം ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയും മനസ്സിൽ വരണം. Gandhiji was considered the spiritual ambassador of India because he spread the message of non-violence. So why he is called as a spiritual ambassador of India എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം ആദ്യം മനസ്സിൽ ഓടി വരേണ്ടത്, നോൺ വയലൻസ് എന്നായിരിക്കണം. അദ്ദേഹം ഫോളോ ചെയ്ത ഒരു മെത്തേഡാണ് നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. So the non-violence and served as a guiding light to the West, which was blinded by exploitation. His approach acted as a healing balm to war weary Europe, offering an alternative to the violence and unrest that plagued the world at that time. Plague എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ വളരെ ബ്ലൈൻഡഡ് ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു എന്താണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്, പ്ലേഗ്ഡ് എന്ന് പറയുന്നത്. ഒരു പകർച്ചവ്യാധി പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താണ് കണ്ണിൽ ഇരുട്ട് കയറിയ പോലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ഇസ് ട്രൂ ബ്രേവറി? അദ്ദേഹത്തിന്റെ ട്രൂ ബ്രേവറി എന്താണ് അത്രയധികം ധൈര്യം, എന്താണ് അദ്ദേഹത്തിന്റെ ധൈര്യം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ഗാന്ധിജി, ട്രൂ ബ്രേവറി ഇസ് നോട്ട് അബൌട്ട് ദ സ്ട്രെങ്ത് ഓഫ് മസിൽസ് ഓർ ദ എബിലിറ്റി ടു കിൽ ഓർ ടു ബി കിൽഡ് ഇൻ എ ഫൈറ്റ്. എന്താണ് മരിക്കുന്നതോ കൊല്ലുന്നതോ അല്ലെങ്കിൽ എന്തല്ല, തിരിച്ച് എന്താണ് മസിൽ പവർ കാണിക്കുന്നതോ ഒന്നുമല്ല ബ്രേവറി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് വാട്ട്, ഇറ്റ് ഈസ് അബൌട്ട് ദ സ്ട്രെങ്ത് ഓഫ് ഹാർട്ട്, പെർട്ടിക്കുലർലി ദ എബിലിറ്റി ടു withstand blows from adversaries without retaliating. The form of bravery which involves enduring suffering without seeking everyone is what India had been training herself for in the struggle for independence. Independence ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് അടുക്കാറായ ഒരു സമയത്ത് അവരോട് ചേർത്ത് നിന്നത് ഒരു നോൺ വയലന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് ചേർത്ത് നിന്നത്, ക്ഷമ കൊണ്ടാണ് എന്നുള്ളതൊക്കെ പറയുന്നു. അതാണ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ കരുത്ത് അല്ലെങ്കിൽ ആ ഒരു ബ്രേവറി സ്ട്രെങ്ത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വാട്ട് ഈസ് ഗാന്ധിജീസ് വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ? ഗാന്ധിജീസ് വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ആ എഡ്യൂക്കേഷൻ എന്താണെന്നാണ് പറയുന്നത്, ബ്രെയിനെ പാക്ക് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഫാക്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ പാസിംഗ് എക്സാംസും ഒന്നും അല്ല. എന്താണ് നമ്മുടെ ആ ഒരു റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോർമേഷൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെവലപ്പിംഗ് ക്യാരക്ടർ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. വിത്തൗട്ട് എ ക്യാരക്ടർ മാൻ ഇസ് നത്തിങ്. ദ സ്റ്റഡി ഓഫ് നോൺ വയലൻസ് ഓർ എനി അതർ സബ്ജക്ട് വുഡ് ബി പ്രോഫിറ്റ്ലെസ്. Without a character, it will be a profitless. നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും എഫോർട്ടും എല്ലാം എന്താണ് വർത്ത്ലെസ് ആണ്, എന്താണ് പ്രോഫിറ്റ്ലെസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് വേർ ഡിഡ് ഗാന്ധി സീ ഇൻ ചാപ്ലിൻ? ചാപ്ലിനില് അദ്ദേഹം കാണുന്നുണ്ട്, നമ്മൾ പറഞ്ഞല്ലോ ചാപ്ലിൻ അദ്ദേഹത്തെ കാണാൻ വരുമ്പോഴേക്കും എന്താണ് അവിടെ പറയുന്നത്, ചാപ്ലിനെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇൻ ചെയ്യിപ്പിച്ചത് അല്ലെ, ലാറ്റിൻ ചെയ്യിപ്പിച്ചത് എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട്, ആൾക്കാരെ ചിരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യുന്നത്. Gandhiji saw merit in Charlie Chaplin because Chaplin came from the people and lived for the people. എന്താണ്? ആൾക്കാരുടെ ഇടയിൽ നിന്ന് വന്ന് he lived for the people. ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ചാപ്ലിൻ. Although Gandhiji was initially unaware of Chaplin's fame. Fame എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രിറ്റി, ആ ഒരു ഇമേജ് അദ്ദേഹത്തിന് ആദ്യം അറിയില്ലായിരുന്നു. He agreed to meet him once he learned that Chaplin had made millions of people laugh and was deeply connected to the common folk. കോമൺ ഫോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ് എന്ന്, അങ്ങനെ പീപ്പിളുമായിട്ട് കണക്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹം എന്ന് അറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യുന്നത്. What according to Gandhiji are the areas in which a nation has to be self-reliant? ഒരു രാജ്യം എങ്ങനെ സെൽഫ്-റിലയന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. According to Gandhiji, a nation must be self-reliant in the areas of cloth and food. ഒരു രാജ്യം സ്വയം പര്യാപ്തത ഉള്ളവരായിരിക്കണം, സെൽഫ്-റിലയന്റ് ആയിരിക്കണം. എന്തിന്റെ കാര്യത്തില്? ഫുഡിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും. ക്ലോത്തും ഫുഡും നമുക്ക് വേണ്ട ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇനിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ ഇത് രണ്ടും. നമുക്ക് ഭക്ഷണവും വേണം, എന്ത് വേണം? വസ്ത്രവും വേണം. അപ്പൊ ആ ഒരു രണ്ട് കാര്യത്തിൽ ഒരു രാജ്യം എന്തുള്ളതായിരിക്കണം? സെൽഫ്-റിലയന്റ് ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He believed that every nation should be self-contained in these basic necessities to ensure independence and sustainability. നമുക്ക് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണം. നാളേക്കുള്ള ഒരു കരുതലായിട്ട് വേണം നമ്മുടെ സ്വാതന്ത്ര്യം വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും? നമുക്ക് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഫുഡും അദ്ദേഹം പറയുന്ന വസ്ത്രവും എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ്-റിലയന്റ് ആയിരിക്കണം. ഹൗ ഡിഡ് ഗാന്ധിജി കറക്റ്റ് വേരിയസ് നോഷൻസ് അബൌട്ട് ഇന്ത്യൻ വുമൻ? എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യൻ വിമൻ ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻസിനെ കണക്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഗാന്ധിജി corrected various notions about Indian women by highlighting their significant role in the freedom struggle. ഫ്രീഡം സ്ട്രഗിളിൽ അവർ വഹിച്ച പങ്ക്, അല്ലെ, അവർ നടത്തിയ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂട്ടായ്മ എല്ലാം എന്താണ് അദ്ദേഹം ഓർക്കുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രൗഡ് ആയിട്ടാണ് പറയുന്നത്. He described how women came out in large numbers, led public life and showed miraculous awakening. എന്താണ്? അവരെല്ലാരും കൂടി വീട്ടിൽ നിന്ന് ഒരുമിച്ച് വന്നിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങി, സൊസൈറ്റിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ്? How active them എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. They actively participated in protests, defied laws and endured lathi blood without retaliating. Gandhiji emphasized that it was not just learned women like Sarojini Naidu, but also unlettered women who played heroic roles. ഇവിടെ heroic roles ആരുടെ ഉണ്ടെന്നാണ് പറയുന്നത്? വളരെ ലീഡർഷിപ്പ് ആയിട്ടുള്ള, എന്താണ്, മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേഡീസ് മാത്രമല്ല, അൺലെറ്റേർഡ് ആയിട്ടുള്ള, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വിമനും അവരുടെ കോൺട്രിബ്യൂഷനും ഇതില് എന്താണ് വളരെയധികം അടിവരയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. Comment on the contributions of India women to the freedom struggle. ഈ സെയിം ഇത് തന്നെ എഴുതി വെക്കാം, ഈ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെക്കാം, ആൻസർ തന്നെ നമുക്ക് എഴുതാം. വാട്ട് ഇസ് ഗാന്ധിജീസ് കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്? ഇനി അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിലുള്ള ഒരു ഇന്ത്യ ഇൻഡിപെൻഡൻസ് എങ്ങനെയായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. Gandhi's concept of Indian independence was not about receiving it as a gift from another nation, but about earning it through self-sacrifice and non-violent resistance. എന്തിലൂടെ ആയിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ തരാനുള്ളതല്ല നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം, മറിച്ച് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? ഒരു സെൽഫ് സാക്രിഫൈസിലൂടെ, ഒരു നോൺ വയലന്റ് റെസിസ്റ്റൻസിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതായിരിക്കണം, അച്ചീവ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He was clear that he did not want freedom to exploit others, but wanted independence to ensure that no Britisher would want to remain in India as a ruler. Independence, in Gandhiji's view, was a bright right that India had a claim through its own effort. എന്താണ് അതിൽ അദ്ദേഹം ബ്രൈറ്റ് ആയിരിക്കുന്നത്? എന്തിനെ കുറിച്ച് കൂടിയിട്ടാണ്? ഒരു റൂളർ എന്താണ്, ഒരു ബ്രിട്ടീഷർ പോലും നമ്മുടെ രാജ്യത്ത് അവശേഷിക്കാൻ, റൂളറായിട്ട് അവശേഷിക്കാൻ പാടില്ല. അങ്ങനെ അവശേഷിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും? ഞങ്ങള് ചെറുത്ത് നിൽക്കും, റെസിസ്റ്റ് ചെയ്യും, ആ ഒരു സമരങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹവും വിശ്വസിച്ചിരിക്കുന്നതും പറയുന്നത്. ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് നമ്മുടെ ഡിസ്കോഴ്സസ്. നമുക്കറിയാം ആപ്ലിക്കേഷൻ ലെവൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൽ എന്താണ് ഐഡിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ
ഇവിടെ എന്തെങ്കിലും ഒരു പുറത്തൊരു ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ, നോൺ വയലൻസിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐഡിയോളജീസ് ഓഫ് ഗാന്ധി, അല്ലെങ്കിൽ ഗാന്ധിയൻസ് വ്യൂ അബൌട്ട് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നോൺ വയലൻസ്, സംതിങ് എൽസ്, എന്തോ ആയിക്കോട്ടെ, ആ ലെസൺ ബേസ് ചെയ്ത് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഈ നോൺ വയലൻസ് എന്താണ്, നമ്മുടെ റിയൽ എഡ്യൂക്കേഷൻ എന്താണ് എന്നൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കീവേഡ്സ് ഓർത്ത് വെക്കുക. വിത്തൗട്ട് വെപ്പൺ ആണ് നമ്മുടെ നോൺ വയലൻസ് എന്ന് പറയുന്നത്, അത് മറന്നു പോകരുത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതുക. ഓൺ സെന്റൻസസിൽ എഴുതാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ നമുക്കറിയാം, നമ്മളൊരു 20 സെന്റൻസ് നമ്മൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, എന്നാൽ മാത്രമേ നമുക്ക് ഒരു 6-7 സെന്റൻസ് എങ്കിലും അതിനകത്തുനിന്ന് എഴുതാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് വേർഡ്സ് വേണം, നമുക്ക് നല്ല വേർഡ്സ് വേണം, സെന്റൻസസ് വേണം, മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസസ് വേണം. അപ്പൊ അത് നമുക്ക് എഴുതണം. അന്നേരം നമുക്കൊരു ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളത് വായിച്ചു വെച്ചാലേ മനസ്സിലാവത്തുള്ളൂ, അല്ലേ? അപ്പൊ ഇത് വായിച്ചു വെക്കണം. ഇത് ഒരു തവണയെങ്കിലും നോക്കാതെ എക്സാമിന് വേണ്ടി പോവരുത്. ഈ ലെസണിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി നോൺ വയലൻസ് എന്താന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷനും പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദി യൂത്ത്. ഇന്നത്തെ യൂത്തിനെ അല്ലെങ്കിൽ അന്നത്തെ യൂത്തിനെ എപ്പോഴും അഡ്രസ് ചെയ്തിട്ട് എന്താണ് തരുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം വന്ന നോൺ വയലൻസിന്റെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരുന്നത്. സ്റ്റുഡൻസ് മീൻസ് യങ് ജനറേഷൻ ആണ്, യൂത്ത് ആണ്, അല്ലെ? വളരെ ചെറുപ്പത്തിലുള്ള, അല്ലെങ്കിൽ എന്താണ്, ചെറുപ്പം ജ്വലിക്കുന്ന ആൾക്കാരാണ്. ആ യൂത്തിനോടാണ് അദ്ദേഹം പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തിന്റെ റിയൽ ഇന്റൻഷൻ എന്താണ്? അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ജനറേഷൻസ് ആയിട്ട് പാസ് ചെയ്തു പോകണം, ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് പുതിയ തലമുറകളിലേക്ക് പകരണം എന്നാണ് അദ്ദേഹം മനസ്സിൽ ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് യൂത്തിനോട് നോൺ വയലൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. അതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ്റെതും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. സെന്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ പോയിന്റ് പോരാ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ താഴോട്ട് തരുന്നുണ്ട്, അതൊക്കെ നോക്കണം. സ്പിന്നിങ് വീലിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താണ്, അതിന് ചാർലി ചാപ്ലിൻ അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി എന്താണ്? ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ അൺഎംപ്ലോയ്മെന്റ്, 6 months അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് റിലയന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തിനു മേലായിരിക്കണം അങ്ങനെ സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്ലോത്തിന് മേലും ഫുഡിന് മേലും ഒക്കെയാണ്, നമ്മുടെ നെസസിറ്റി ആണ് അതെല്ലാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നമ്മുടെ മീറ്റിംഗ്, ചാർലി ചാപ്ലിൻ ആയിട്ടുള്ള മീറ്റിംഗ്, ആ ഒരു ഇൻസിഡന്റ് വേണമെങ്കിൽ എഴുതാം. ഇവിടെ ചിലപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ചോദിക്കാം എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാം ഒരു കോൺവെർസേഷൻ എഴുതൂ എന്നിങ്ങനെ പറഞ്ഞ് റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് ചാപ്ലിൻ വെൻ വി മീറ്റ്. അപ്പൊ അവര് തമ്മിൽ കാണുമ്പോൾ അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ എഴുതാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ഈ സിറ്റുവേഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം, ആൻസർ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഗാന്ധിജി എന്താണ് റിപ്ലൈ കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. അടുത്ത നോക്കിയോ, കംപ്ലീറ്റ് ദ ചാർട്ട് ആൻഡ് പ്രിപ്പയർ ആൻ ഇൻട്രൊഡക്ഷൻ ഫോർ ദ ലെസൺ ഡ്രീംസ് റിയലൈസ്ഡ് ഫോർ എ ടെലികാസ്റ്റ് എപ്പിസോഡ്. ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ, അത് നിങ്ങളോടൊരു ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കുന്നതിലൂടെ ഈ പോയിന്റ് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന, നിങ്ങൾ മെമ്മറൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഈ ലെസണിന്റെ ഒരു സമ്മറി തന്നെ നിങ്ങൾക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇത് നോക്കുക, സിമ്പിൾ വേർഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, വായിക്കാം. ഇനി ഒരു റൈറ്റപ്പ് എഴുതാൻ പറയാണ്, അല്ലെ? ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. നമ്മൾ പറഞ്ഞില്ലേ, അവർ ഒരുപാട് അടി കൊണ്ടു, നെറ്റിയൊക്കെ പൊട്ടി, വളരെ ബ്ലീഡഡ് ആയിട്ടാണ് അവരെ കണ്ടത്. എന്നിട്ടും അവരതെല്ലാം സഹിച്ചു മുന്നോട്ട് വന്നു, അല്ലെ? അവരുടെ കുടുംബം ആവട്ടെ, അവരുടെ കുട്ടികളാവട്ടെ, എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങി. ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമായിരിക്കോ? അപ്പോ അന്ന് അവരിറങ്ങി, അവരുടെ ആ ഒരു സാക്രിഫൈസിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ്? നിങ്ങളുടെ റൈറ്റപ്പ് ആണ്, നിങ്ങളുടെ ഓൺ സെന്റൻസ് ആണ്, നിങ്ങളുടെ അതുപോലെ തന്നെ എന്ത് ചേർക്കാം, പേഴ്സണൽ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അധികം, അതായത് സെന്റൻസസിന്റെ എണ്ണം കൂടുമ്പോൾ നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചെങ്കിലും റീകളക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. Questions that French students might ask Gandhi during an interview. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക.
ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കോൺവെർസേഷൻ ഒക്കെ എഴുതുമ്പോൾ ഹായ് ബൈ ഗുഡ് മോർണിംഗ് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുള്ള എക്സ്ചേഞ്ചസിനായിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് മാർക്ക് തരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ നോക്കുക. വളരെ റെലവന്റ് ആയിട്ടുള്ള സിറ്റുവേഷന് അക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, പേഴ്സണലി ആയിട്ടുള്ള ഇന്റർവ്യൂ എല്ലാം നമുക്കറിയാം ഒഫീഷ്യലി ആണ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, ലെസൺ ബേസ് ചെയ്ത് നമുക്കറിയാം നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ആൻസേഴ്സ്. അപ്പൊ അതിന് ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ കുറെ ക്വസ്റ്റ്യനെയർ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഇനി ഒരു കോൺവെർസേഷൻ വേണമെങ്കിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആരാണ്? നമ്മുടെ ഗാന്ധിജിയും സെക്രട്ടറി അതായത് മഹാദേവുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. എന്തിനെ കുറിച്ചായിരിക്കാം? ചാർലി ചാപ്ലിനെ കുറിച്ചായിരിക്കാം. ഇപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ ഓർക്കുന്നില്ലേ, ചാപ്ലിൻ കാണാൻ വരുമ്പോ ആരാണ് ചാപ്ലിൻ, ഐ ഡോണ്ട് നോ അബൌട്ട് ഹിം എന്നൊക്കെ ചോദിക്കാം, പറയാം അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ ആ ടൈം അറ്റ് എ ടൈം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് ഹൂ ഈസ് ചാർലി ചാപ്ലിൻ എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ ആയിട്ട് എഴുതാം. ഇവിടെ ഞാൻ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കോട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സെന്റൻസസിൽ ഇത്രയും നിങ്ങൾക്ക് ഒരു ബോഡി ഓഫ് കണ്ടന്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുഡ് മോർണിംഗ്, ഇപ്പൊ പിന്നെ ഇതിന്റെ കാര്യത്തിൽ എന്താണ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഗുഡ് മോർണിംഗ് ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെ, കാരണം സദാസമയം കൂടെ ഉള്ള ഒരാളാണ് നമ്മുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. നോക്ക്, ഇവിടെ ആ എക്സ്ചേഞ്ചസ് ഉണ്ട്. ഇവിടെ വളരെ വലിയ മീനിങ്ങിന് ഒന്നും പാടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ വളരെ കടുകട്ടിയായിട്ടുള്ള വേർഡ്സ് ഒന്നും ഇതിനകത്തില്ല, അത് കുഴപ്പമില്ല. ഇനി അടുത്തത് ഒരു ലെറ്റർ പറഞ്ഞിട്ടുണ്ട്. ആരെഴുതുന്ന ലെറ്റർ ആണ്? ഈ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ ഇൻസ്പയർഡ് ആയിട്ട് ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ലെറ്ററിന് ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണോ? ചെയ്യാം. നിങ്ങൾക്ക് ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് പക്ഷെ ഈ കണ്ടന്റ് എല്ലാം എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഗ്രാമാറ്റിക്കലി എറർ കാണിച്ചോന്നിരിക്കട്ടെ, സെന്റൻസിലോ ഫ്രെയിം ചെയ്യുന്നതിൽ എറർ ഉണ്ടായിരിക്കട്ടെ, സാരമില്ല. ആ ബോഡി ഓഫ് കണ്ടന്റിന് പർട്ടിക്കുലർലി ഒരു മാർക്ക് കാണും. ആ മാർക്സ് മാത്രമേ നമുക്ക് നഷ്ടമാവുള്ളൂ. ബാക്കി എന്തൊക്കെ മാർക്സ് നമുക്ക് കിട്ടും? നമ്മുടെ ആ ഒരു അലൈൻമെന്റ് കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ ആ ഒരു ലെറ്റർ എഴുതുന്നതിന് എന്തൊക്കെ ഫോർമാറ്റ് ആണോ ഉള്ളത് അത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, അതിനൊക്കെ നമുക്ക് മാർക്ക് തന്നേ പറ്റുള്ളൂ അല്ലെ. നോക്ക്, ഇവിടെ അഡ്രസ് ഫ്രമും ടൂവും കൊടുത്തിട്ടുണ്ട്. അയക്കുന്ന ആളും അയക്കേണ്ട ആളുടെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സല്യൂട്ടേഷൻ ഡിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ടിനാണ് എഴുതുന്നെങ്കിൽ ഇഫ് ഐ നീഡ് ടു റൈറ്റ് ആൻ ഒഫീഷ്യൽ പർപ്പസ് വി നീഡ് ടു എന്താണ് സല്യൂട്ടേഷൻ എന്ത് കൊടുക്കണം? മാറ്റി കൊടുക്കണം, ഒഫീഷ്യലി നമുക്ക് കൊടുക്കണം. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് പ്രൈവറ്റ്ലി നമ്മൾ ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്റർ ആകുമ്പോൾ നമുക്ക് സല്യൂട്ടേഷൻ അങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അവരുടെ സുഖവിവരം തിരക്കാം അല്ലെ. ഇവിടെ നമ്മൾ ഈ ഒരു പ്രൈവറ്റ് ലെറ്ററിൽ, ഒരു പേഴ്സണൽ ലെറ്ററിൽ സുഖവിവരം തിരക്കുന്നതിന് പകരം ഒഫീഷ്യൽ ലെറ്റർ ആയിരുന്നെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്ത് വെച്ചേനെ, സബ്ജക്ട് എന്ന് പറഞ്ഞു വെച്ചിട്ട് അവിടെ എന്തിനു വേണ്ടിയിട്ടാണോ വൈ വി നീഡ് ടു റൈറ്റ് ദിസ് ലെറ്റർ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കം ഡയറക്റ്റ് ആയിട്ട് എന്താണ് എന്റെ ഫ്രണ്ടിനോട് എനിക്ക് പറയാനുള്ളതെന്ന് ഈ ലെറ്ററിൽ പറഞ്ഞു തുടങ്ങാം. പിന്നെ ഒരു കാര്യം, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എപ്പം ലെറ്റർ ആയിക്കോട്ടെ, ഒഫീഷ്യൽ ലെറ്റർ ആയിക്കോട്ടെ, പേഴ്സണൽ ലെറ്റർ ആയിക്കോട്ടെ, അവിടെ ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കണം. പാരഗ്രാഫ്സ് തമ്മിലൊരു ഡിവിഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരേപോലെ ഐഡിയ വരുന്നതെല്ലാം ഒരു പാരഗ്രാഫിനകത്ത് വരണം. പിന്നെ അടുത്ത ഒരു പാരഗ്രാഫിൽ ഒരു 3 പാരഗ്രാഫ് ആയിട്ട് വേണം നമ്മൾ ഒരു ലെറ്റർ എഴുതാനായിട്ട്. ഒരു ഫസ്റ്റ് ബോഡിയിൽ എന്തെങ്കിലും ഒരു കൺവെയൻസ്, എന്തെങ്കിലും ഒരു കാര്യം തിരക്കുന്നു, അറിയുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യലി ആണെങ്കിൽ വളരെ ചുരുക്കത്തിൽ ബ്രീഫായിട്ട് ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിന് നിങ്ങൾക്കുണ്ടാകുന്ന പേഴ്സണൽ ഒപ്പീനിയൻസ് വെക്കാം. അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ സ്റ്റോറി വായിക്കുന്നു അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആവുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാം. ലാസ്റ്റ് പാരഗ്രാഫിൽ അതിന്റെ എസെൻസ് ഓഫ് പാരഗ്രാഫ്സ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഈ എഴുതിയ സെന്റൻസിന്റെ എല്ലാം ഒരു എസെൻസ് ആയിരിക്കണം, കൺക്ലൂഷൻ ആയിരിക്കണം ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ വരേണ്ടത്. അപ്പൊ എപ്പോഴും 3 പാരഗ്രാഫ് ആയിട്ട് ലെറ്റർ എഴുതാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് റിഗാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ റെസ്പെക്ട്ഫുള്ളി അങ്ങനെ കൊടുക്കാം. എന്നിട്ട് പേര് കൊടുക്കാം, സിഗ്നേച്ചർ കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നോട്ടീസ് ചെയ്തേ, ഇത്രയും കാര്യങ്ങൾ മാം ഏത് സൈഡിലാണ് വെച്ചിരിക്കുന്നത്? എല്ലാം ലെഫ്റ്റ് സൈഡ് മാർജിനോട് ചേർന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് മാർജിൻ ടച്ച് ചെയ്യുക. അടുത്തത് സ്പിരിറ്റ് ഫോർ ഗാന്ധി ജയന്തി സ്പീച്ച്, സ്ക്രിപ്റ്റ് ഫോർ ഗാന്ധി ജയന്തി സ്പീച്ച്. അപ്പൊ ഒരു സ്പീച്ച് എഴുതാൻ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് നമുക്ക് ഗാന്ധി ജയന്തി സ്പീച്ച്, ഇപ്പൊ ഗാന്ധി ജയന്തി എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ ഓർക്കാനാണ്, എന്താണ് ഐഡിയോളജി എന്നൊക്കെ നമുക്ക് ഇവിടെ കൺവേ ചെയ്യാം. ഇത് പഠിച്ചു വെച്ചാലും നല്ലതാണ്. ഒരു ജനറൽ ക്വസ്റ്റ്യന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കോപ്പി ചെയ്യാം. ഓക്കെ, സ്പീച്ച് തുടങ്ങുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരഗ്രാഫ് ആയിട്ട് തിരിച്ച് നമുക്ക് എഴുതാം. എത്ര പാരഗ്രാഫ് വേണമെങ്കിലും എഴുതാം. അത് നമ്മുടെ ആ ഒരു ഒരു യുക്തിക്ക് അനുസരിച്ച് നമുക്ക് എഴുതാം.
പക്ഷെ ആ ഒരു പാരഗ്രാഫിൽ എന്തായിരിക്കണം അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരോടാണ് കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണോ? ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ പറയാം. അപ്പോ നമ്മുടെ ഈ ഒരു ലെസൺ കഴിയാണ്. ഇതിൽ മാക്സിമം എന്താണ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യും. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. ഇത് ഫുള്ള് വായിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ ഫോംസിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവൂ. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, can we wind up? Thank you all.